മാധ്യമങ്ങളെ കാണുകയാണ്. അന്വേഷിക്കുന്നില്ല. എന്തുകൊണ്ട് ശശിക്കെതിരെ അന്വേഷണം നടത്തുന്നില്ല? അപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഭരണത്തിന്റെ കൊള്ളരുതായ്മകൾ, അഴിമതികൾ, അതിൻ്റെ ഒരു അറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനിയും ധാരാളം അഴിമതിയും കൊള്ളകളും ഇനിയും പുറത്തു വരാനുണ്ട്. അതിന് വരും ദിവസങ്ങൾ പുറത്തു വരികയും ചെയ്യും. ഈ പൂരം കലക്കിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണമൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ തന്നെ ഇതിൽ എന്താണ് നടന്നതെന്ന് വ്യക്തമാവില്ല. ആ റിപ്പോർട്ട് പുറത്തുവിടാൻ ഗവൺമെന്റിന് ഭയമാണ്. ഞാൻ ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നു. ആ റിപ്പോർട്ട് പുറത്തുവിടട്ടെ, വസ്തുതകൾ ജനങ്ങൾ അറിയട്ടെ. പൂരം അലങ്കോലപ്പെടുത്താൻ കേരളത്തിൻ്റെ അഭിമാനമാണ് തൃശ്ശൂർ പൂരം. ആ പൂരം അലങ്കോലപ്പെടുത്താൻ ഒരു തിരക്കഥയുണ്ടാക്കി അലങ്കോലപ്പെടുത്തുകയായിരുന്നു എന്ന് വ്യക്തമായില്ലേ? പോലീസ് കൂട്ടുനിന്നില്ലേ? അപ്പോൾ ADGPയുടെ RSS നേതാവുമായിട്ടുള്ള സന്ദർശനമെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇതിന് സുരേഷ് ഗോപിയും മറുപടി പറയണം. അദ്ദേഹമാണ് ഇതിൻ്റെ ഗുണഭോക്താവ്. BJP മറുപടി പറയണം. ഇതിനെ സംബന്ധിച്ച് ഒരക്ഷരം BJP നേതൃത്വം പറയുന്നില്ലല്ലോ. അപ്പോൾ CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാര മറനീക്കി ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത.